ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അഭിമാന പുരസ്സരം അടിച്ചൊരുക്കുന്നു. കഥ എന്തെന്നറിയാതെ. ഹലോ 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 ഹലോ. ആ ലേബർ റൂമിൽ കയറ്റിയതേ ഉള്ളൂ. ലോഡായെങ്കിൽ ഇറക്കാൻ പറ. അറിയില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ ഇറക്കണം. ആണായാൽ മതിയായിരുന്നു. ആണാണെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ. ഡോടോ, താങ്കൾ ഒത്തിരി കണ്ട് പറയുന്നേ. മനസ്സിൽ ഒരു ലീട്ട് പൊട്ടി. ഇത് ചിരി കടുപ്പോ മോനെ, മനസ്സിൽ മറ്റൊരു ലീട്ട് പൊട്ടി. നമുക്ക് ഇവനെ ഒരു എഞ്ചിനീയർ ആകണം. तू एक इंजीनियर बनेगा. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ. അച്ഛന്റെ ആഗ്രഹം പോലെ അങ്ങനെ നമ്മുടെ നായകൻ എഞ്ചിനീയറിംഗ് കോളേജിലെ. പേരെന്തടാ? ബാബു. തന്തയില്ലടാ? ബാബുക്കുട്ടൻ. നല്ല കവള്. ചിരിക്കടാ. മുന്നോട്ട് ചിരിക്കാൻ പറഞ്ഞേ. എടുക്കാൻ വേണ്ടി അറിയോ? എന്നാ ഇന്ന് പ്രപ്പോസ് ചെയ്യും. ലവര് പറഞ്ഞു കുട്ടിയെ കൊണ്ട് ലത് പറയിക്കാൻ. എന്ത്? ഐ ലവ് യൂന്ന്. എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും. ഓക്കെ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. ഇവനാണോ ഞങ്ങൾ പറഞ്ഞത്? बच्चों, रैगिंग मत करो. സോറി ശക്തിമാൻ. അളിയ ലവള് നിന്നെ നോക്കുന്നു. ഉണ്ടായിരടാ, നിശാസാറിന്റെ ക്ലാസ്സാ. റബ്ബില്ലാലമീനായ തമ്പുരാനെ, ഇജ്ജ ആഫറിന്റെ മോനല്ലേ? അല്ല സാർ, മനു. കാഫിറെ ഇജ്ജെവിടെ? കണ്ടിരുന്നാൽ എന്നെ കട്ടിയെഴുത്തായി പോകാതെന്ന് ചിന്ന ചെരുപ്പ്, ഒരു കള്ള ചെരുപ്പ് എന്നെ തള്ളിവിട്ട് മൂടി മറത്താ. ആകാശവും മേഘവും പോലെ, അലകടലും അന്തിനിലാവും പോലെ, പ്രണയത്തിന്റെയും പ്രസാദത്തിന്റെയും മേച്ചിൽപ്പുറങ്ങളിൽ അവരലഞ്ഞു നടന്നു. കാറ്റിന്റെ കനിവും കണ്ണീരിന്റെ മഴയും നനഞ്ഞ് അങ്ങനെ അങ്ങനെ.
പഞ്ചമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അങ്ങനെ നമ്മുടെ നായകനും നായികയും നായകന്റെ വീട്ടിലേക്ക്. അതെ, വീട്ടിൽ പട്ടിയുണ്ടോ? അല്ല, അതെന്റെ അച്ഛനാ. മോളെ ചായ. വന്ന കാലം നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കും മോളെ. നമ്മളെ അമ്മ ചേരത്തില്ല, നമുക്ക് ഇവിടെ വെച്ചാൽ പിരിഞ്ഞേക്കാം. ചതി ആശാനെ, ചതി. കുടിച്ച വെള്ളത്തിൽ പോലും ഇവളുമാരെ വിശ്വസിക്കരുത്. ചീറിപ്പായുന്ന ബസിന്റെയും ചിരിച്ചു കാണിക്കുന്ന പെണ്ണിന്റെയും പുറകെ പോകരുതെന്ന് എന്റെ ആശാന എന്നെ പഠിപ്പിച്ചത്. എന്റെ ആശാനെ നീ ഒരു പണി കൊടുക്കണോളിയാ. യെസ്, ഷീ നീഡ്സ് എ ജോബ്. पिक्चर अभी भी बाकी है भाई. മാൻപിഴകൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന പോലെ നമ്മുടെ നായികയും പുതിയൊരു മേച്ചിൽപ്പുറം കണ്ടെത്തി. Zooby-dooby, zooby-dooby, pampara, zooby-dooby, parampam. Zooby-dooby, zooby-dooby, nache, you pagal stupid man. Zooby-dooby, zooby-dooby, pampara, zooby-dooby, parampam. Zooby-dooby, zooby-dooby, nache, you pagal stupid man. ഞാൻ നിനക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒരു മോതിരം. എന്നാ രാജേട്ടൻ തന്നെ അത് ഇട്ട് തന്നോളൂ. അറിഞ്ഞാണം മതിയായിരുന്നു. ഇതാരാ? ഇതിലിനി റോളില്ലാത്തോണ്ട് തോട്ടക്കാരനാക്കിയതാ. അങ്ങോട്ട് മാറി വിട്ടറാ. വഴി തനി വഴി മറക്കാതില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ 3 മാസം ഗർഭിണിയാണ്. എന്ത് അസംഭവ്യം! ഇപ്പോൾ നിന്നെ സ്വീകരിക്കാൻ എനിക്കാവില്ല. രാജേട്ടാ, അങ്ങനെ പറയരുത്. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். രാജേട്ടാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ബോസിനോടൊന്ന് ആലോചിക്കണം. ഇവനാണ് നിന്റെ ബോസ്. രാജേട്ടാ, അടിച്ചവനെ. Speed 1 terahertz. Memory 1 zettabyte. ഇത് റോബോ, ഇതെന്റെ ക്രിയേഷൻ. നിന്റെ വയറ്റ് വളരുന്നതും എന്റെ ക്രിയേഷൻ. देखो देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए ना कोई कहानी, ना कोई रीजन ना रहबर, ये इल्जाम लगे किस पर. All hot girls put your hands up and say boom roboga. All cool boys want make some noise and say boom roboga roboga. കണ്ടുമടുത്ത സ്കിറ്റുകൾക്കിടയിലേക്ക് ഇതാ മറ്റൊന്നുകൂടി. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 280 രൂപ.
അയ്യോ ചേട്ടാ ആളുണ്ട് ആളുണ്ട് ആ താളുണ്ട് കേട്ടോ. വേറെ ഉണ്ടോ? ഇല്ല വേറെ അപ്പുറത്തുണ്ട്. അയ്യോ അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ്. ശരി ആയിക്കോട്ടെ. ഹലോ ഓമന ഇല്ല ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഓ ഭയങ്കര വർക്കാ. പപ്പ ലണ്ടനില് ഇപ്പൊ തണുപ്പൊക്കെ ഉണ്ടോ? ഓ ചൂടായിരുന്നു. ഓക്കെ പപ്പ. പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോ കേറും. മമ്മിയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ. ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മിയെ ഞാൻ ഇപ്പൊ വിളിക്കുന്നുണ്ട്. സ്വിച്ചിലേക്ക് വിളിക്കുന്നുണ്ടോ? ഓക്കെ പപ്പ ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിറ്റ്സിലെ കോഡുണ്ടോ? സ്വിസ്സിലെ കോഡോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തോണ്ട് വരുന്നതാണ്, കൊണ്ടുവന്നതും ഇല്ലല്ലേ. ആലുങ്ക വഴുക്കുമ്പോ കാക്കയുടെ വായി പുണ്ണെന്ന് പറയുന്നത്. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. രായണ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടൊരു ചായ. മമ്മി ഫെറിക്ക പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഞാനാ ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. ഓ കുഴപ്പമില്ല. ഞാൻ 2 മാസം കഴിയുമ്പോ വരുന്നുണ്ട്. ഓക്കെ മമ്മി ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഡ്യൂട്ടിക്ക് പോവാ. പെണ്ണുപിള്ളേര് പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളു ഇന്ന് മേടിക്കണത്. ചേട്ടാ ഇരിക്കട്ടാ ഇരിക്ക. എവിടെ വീട് എവിടെ? ഞാന് പുറത്താണ്. അവിടെ ഇരിക്കട്ടെ. അപ്പുറത്ത് രായണന്റെ കട നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. ചായ വേണ്ട. എന്താ ചായ വേണ്ട? ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്വാറ്റ്സ് കിട്ടും. ഏതായിട്ടാ? ഫ്രൂട്ട് സ്വാറ്റ്സ്. മനസ്സിലായില്ല. അറിയില്ല? ഇല്ലല്ല. അല്ല ഏതാ ഏതാ ചോദിച്ചത്? കൺട്രി ഫ്ലവേഴ്സ് ഫ്രൂട്ട് സ്വാറ്റ്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ വിതുരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാമോ? ഏതാ ചോദിച്ചേ? ഞങ്ങളുടെ വിതുരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. അതെന്നെ സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ? അതെ അതെ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല. രായമാമന്റെ നമ്പർ വന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കൈ കാണും. ഇത് എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെ? അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മനങ്ങാന്ന് ഞാൻ കാര്യത്തിൽ ചന്തയിൽ പോയി എലികളെടുത്ത് സംസാരിച്ച്. അപ്പൊ അവര് പറഞ്ഞത് പെരിച്ചാഴികൾ ഇനി അവിടെ കയറി ആക്രമിക്കൂലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുന്ന എനിക്ക് രായണ ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ എന്തോ ഒരു ഭാഷ പറഞ്ഞേ? എന്തോ വാ അല്ല സാറേ, രായണന്റെ സാറ് ചായ കുടിക്കത്തില്ലെന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. എന്താ? അയ്യോ ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല ചായ നീ ഞാൻ പറയട്ടെ. ഞാൻ നല്ല എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല അതെനിക്കറിയാം സാർ. അവര് വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യൻ എന്ന സീർ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞും കുടിച്ചോണ്ടാണ് പോയത്. മനസ്സിലായ? അല്ല എന്റെ പൊന്ന് സാറേ, നേരത്തെ എന്തോ വാക്ക് പറഞ്ഞു. ഇല്ലല്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഫ്രൂട്ടി കുടിക്ക. ഫ്രൂട്ടി കുടിക്കടാ. എന്റെ പൊന്ന് സാറാ വേണ്ട സാറാ. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാറാ, ആരെ കാണണമെന്ന് പറഞ്ഞു? ആരെ നമ്പർ വേണമെന്ന് പറഞ്ഞു? രായമാമന്റെ. രായമാമൻ രായമാമൻ ഇത് സാധനങ്ങളെ ഇവനൊക്കെ എവിടുന്നറാ ഊളംപാറയെന്ന് ചാടി വരികയാന്ന് തോന്നുന്നു. അല്ലേ കേറി വരും ഓരോന്നിനൊക്കെ. അവനെ രാവിലത്തെ എന്തായാലും കഴിഞ്ഞ് അതിനെന്താ വിളിച്ചോ? അല്ല കണ്ടല്ലോ വരിക പോലല്ലേ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസമുണ്ട്. ഓ അത് ശരി. പാലത്തിനടുത്ത്. ഓ അതിനെന്താ വിളിച്ചോ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടോന്ന് എനിക്കും അറിയണം. കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നത്. ഓ വിളിച്ചോ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ? ഓ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓമന 112 രൂപ അവളെ വെട്ടി കീറ ഇതുവരെ കൊണ്ടുവന്നില്ല. ഹലോ ആളുണ്ടോ? അയ്യോ ചേട്ടാ ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നല്ലേ? അതെ അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ റൈറ്റ് ഈ സൈഡിൽ ഇവിടെ കാണും. കാണും. അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. നേരത്തെ വന്നേ പാവം. മാമ നീ എന്താടാ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തിലുണ്ടേ. ഒരു 3:30 ആവുമ്പോ ഞാൻ എത്തും. ഓ എടുത്ത് കയ്യിലിരിപ്പുണ്ട്. ഓ ശരി എന്നാ. ശരി ഓക്കെ. 3:50 അല്ല വിളിച്ച കോളിൻ്റെതേ 3:50. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചത്.
3:50 വിളിച്ചെന്റെ. അണ്ണാന്തരാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, ഒരു കോൾ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചു. അയ്യോ അതെന്ത്? അപ്പൊ അണ്ണൻ പറഞ്ഞില്ല കയറി വിളിച്ചോ. അതല്ല നീ കയറി വിളിച്ച് എന്നും പറഞ്ഞ് വിളിച്ചെന്റെ പൈസ. അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് കയറി വിളിച്ച പോരാ. ഇതെന്തുകൂടെ ഇത്? ഒരു സാമാന്യ മര്യാദ ഉണ്ട് നിങ്ങള്. ഇതൊന്നും ശരിയല്ല അണ്ണ. എന്തോ ഇതൊന്നും ശരിയല്ല. ശരിയല്ല, ഇതൊന്നും ശരിയല്ല. നീ പൈസ തന്നിട്ട് പോകും. ചുമ്മാ സംസാരിക്കാ പൈസ. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലാണ് ഞാൻ ഒരു കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതായത്. അത് ശരിയായില്ല. ലോൺ എടുത്ത ശരിയായില്ലേ? അതല്ല. പിന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ മനുഷ്യനെ കണ്ടിട്ടില്ല. രാവിലെ കൈനീട്ടം പോലും വിട്ടില്ല കേട്ടാ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂലല്ലോ, തിരിഞ്ഞു പോലും നോക്കൂല കേട്ടാ. ഇനി ഇങ്ങോട്ട് വരൂല ഞാൻ. ഒരു കോള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം. ഇനി കേട്ടാ ഞാൻ വന്നാൽ നോക്കുപോലുമില്ല ഞാൻ. ഒരു മനുഷ്യൻ, നിങ്ങൾ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ എന്നല്ല. എന്തോടാ കാളും വിളിച്ചിട്ട് അവിടെ നിന്ന് പിണങ്ങുന്ന എന്റെ അടുത്ത്. മോനെ എന്ത് പോലെ? മോനെ എപ്പോഴാ? അയ്യോ അതിന് നീ ഞാനൊന്ന് കരഞ്ഞാലാ? അയ്യോ അവിടെ ആരും ഇല്ല മോനെ. അയ്യോ കഷ്ടം പാവം. അയ്യോ അവിടെ ആരും ഇല്ല വേറെ. അയ്യോ അയ്യോ എന്റെ പൊന്നു മോനെ മോൻ വിളി. പൈസ ഇല്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും കുറെ അവന്മാര് ഫ്രീ ആയിട്ട് വിളിക്കും. എന്തായാലും ഇവര് നല്ല കാര്യത്തിനല്ലേ. അറിയാതാ എപ്പോഴൂടാ കുറേശ്ശെ കണ്ണീര് വീഴും. എടാ അണ്ണാ നീ വരുമ്പോഴേ എടാ ഒരു 24 ഇഞ്ചിന്റെ ടി വി ഉണ്ട് പറഞ്ഞാടാ. എടാ വീട്ടിൽ ഇരുന്നത് കംപ്ലൈന്റടാ ടി വി. നീ വലുത് കൊണ്ടുപോവാ. പിന്നെ VCD എടുത്തോണം. എടാ എന്റെ ആയിരുന്നു മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാലോ. എടാ 6:30 മരിച്ച ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ എപ്പോഴും ചോദിക്കാതാ കേട്ടാ. ഒരു നല്ല VCD ഉണ്ട് പറഞ്ഞേ. പിന്നെ കളിക്കാതെ ഇല്ല ബൂത്തിൽ എണ്ണ ശല്യപ്പെടുത്തുന്നേടാ. പിന്നെ ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിടത്തല്ലേ രാവിലെ വന്ന് ചിരിക്കാൻ എങ്ങും പോകണ്ട ഓരോ മുഖങ്ങൾ. എന്റെ അമ്മ ഞാൻ അവിടെ എടാ 6:30 എടുക്കും വൈകുന്നേരം. നാളേക്ക് ചോദിക്കാം. ഞാൻ പറയണ പിന്നെ ഒരു 3-4 കുപ്പി സ്കോച്ച് കൊണ്ടുവരണം. ഇളയത്തിനൊക്കെ ഇപ്പം വരും. നമുക്കെല്ലാം കൂടെ വൈകുന്നേരം ആണ്. നീഞ്ഞ് വാ കൊറേ വിറ്റുണ്ട് ഞാൻ പറഞ്ഞു. ചുമ്മാ തല്ലിപ്പെടുത്തരുത്. ഇല്ല ബൂത്തിൽ എണ്ണടാ നമ്മളെ ജംഗ്ഷനിൽ കിടന്ന് ശല്യപ്പെടുത്തി ഞാൻ തന്നെ കൊടുത്ത്. ഓ ശരിടാ ഓക്കെ മാറി. എന്താ ഇവൻ വന്നിട്ട് കുറെ ചിരിക്കാറുണ്ട് എനിക്ക്. നിനക്ക് കിണി നീ വിളിച്ച എത്ര രൂപയ്ക്കാന്നറിയോ? 250 രൂപയ്ക്ക്. എന്റെ അമ്മയ്ക്ക് നിനക്ക് ആരുമില്ലേ? നിന്റെ ഈ സ്വഭാവമാണ് നിനക്ക് ആരും കാണത്തില്ല. കരച്ചില് നിർത്ത് കരച്ചില്. അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടാ ഇപ്പൊ വരും. 3:30 6:30 വരുവാ. എനിക്ക് കാറും വിളിച്ച് പെട്ടെന്ന് പോകാനുള്ള ഭഗവാനെ ഇന്ന് എല്ലാവരും വന്ന ഈ ഗതിയില. കൈനീട്ടം പോലും ഇവിടെ വിറ്റിട്ടില്ല. അയ്യോ ഇപ്പൊ ആളില്ല. ഇല്ല 3-4 പ്രാവശ്യം വന്നില്ലേ? ആളില്ല. അങ്ങനെങ്കിലും 10 പൈസ കിട്ടും. ആ പാവപ്പെട്ട നേരത്തെ വിളിക്കാൻ വന്ന ഇവന്മാരൊന്നും സമ്മതിച്ചില്ല. എല്ലാം ഈ ഗതി എന്നായിപ്പോ. ചേട്ടോ നമ്പറൊന്നും കുത്തുന്നില്ലേ? ഓ ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാണ്. അല്ല ചേട്ടാ. അല്ല അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അനക്കൊക്കെ ഉണ്ടേ. ഹലോ ചേട്ടോ. അവിടുന്ന് വെളി വെച്ചൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ ഉണ്ടേ, പുറത്തോട്ട് കേൾക്കാത്തല്ലേ. അണ്ണ ഇങ്ങനെയൊക്കെ ആണേലും ഏതോ കാമുകയും കണ്ട് വിളിക്കാന്ന് തോന്നുന്നു. രഹസ്യമാണെന്ന് തോന്നുന്നു. ഭൂത്ത കിടന്ന് അനങ്ങുന്നില്ല. ചവിട്ടി പൊളിക്കുമോ എല്ലാം കൂടെ. ഇതാണ്ടോ ഇതെന്തോണ്ടാ തോളെ കിടക്കുന്നത്? അത് പോട്ടെ, നല്ല സെറ്റപ്പ് കേട്ടോ. ആദ്യമായിട്ടാ ഇങ്ങനെ. ശരി. ഫോണുണ്ട്,
ഫാനുണ്ട്, സൂപ്പർ. അതാണ് ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് വിവരം ഇപ്പഴേ വേണ്ട, അതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതിന് സമയം കിടക്കില്ല, സംഭവം ചെയ്യാം, ഒരുപാട് മോട് പിടിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളം, ഒരു കപ്പ്, 2 രൂപ, ഒരു കക്കൂസ്. പിന്നെ ആ കപ്പിന്റെ കാര്യം മറക്കണ്ട, ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? നമ്മൾ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു ക്യാമ്പസ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. AKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. നിയമങ്ങളുടെ അതിപ്രസരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു സ്ഥിര ദിവസം. സുഹൃത്തുക്കളെ, SKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2008-2012 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇവിടെ അരങ്ങേറുന്നത്. ഈ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന റസിയയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മമ്മാലിക്കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു. കണ്ണിൽ തോന്റി മറയും കാനൽ നീരോ. ഇപ്പൊ എന്തായി? 7 വർഷം മുന്നുള്ള കേസും പറഞ്ഞ് ഒരു പെണ്ണിനെ കൊടുക്കാൻ നോക്കിയില്ലേ? അവസാനം കോടതി വിനീതനെ വെറുതെ വിട്ടു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ പുരുഷന്മാരൊക്കെ പുലികളാണ്, വെറുതെ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. കഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. ആരാ ഈ കുടിയനെ ഇങ്ങോട്ട് കടത്തിവിട്ടത്? അയ്യോ, ഇത് നമ്മുടെ രാമൻകുട്ടിയല്ലേ? അതെ, രാമൻകുട്ടി. പറയൂ രാമൻകുട്ടി, എന്താണ് നിനക്ക് സംഭവിച്ചത്? പെണ്ണും മദ്യവും രണ്ടും പുരുഷന് ലഹരിയാണ്. ഒരു വ്യത്യാസം മാത്രം, മദ്യത്തെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ പെണ്ണിന് രാമൻകുട്ടിയുടെ ജീവിതം ഇതാ ഒരു കാർട്ടൂൺ ചിത്രത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ. ഇത് രാമൻകുട്ടി. അവൻ സുമുഖനും സുന്ദരനുമായിരുന്നു. ഇന്ന് രാമൻകുട്ടി ഒരു കോളേജ് കുമാരനാണ്. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം, ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം. സിൽസിലാഹേ 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 സിൽസില. എന്റെ കൂടെ പാടും
രാമൻകുട്ടി അവിടെ ഒരു സുഹൃത്തിനെ കണ്ടെത്തുന്നു. അവന്റെ പേരായിരുന്നു മുത്തു. ആ കോളേജിലെ കോഴി രാജാവായിരുന്നു മുത്തു. അവരുടെ സൗഹൃദം എടാപ്പോടാ ബന്ധമായി വളർന്നു. ഈ വരുന്നത് ആരാണെന്നറിയണ്ടേ? SKM കോളേജിലെ ഏകസുന്ദരി മോണിക്ക. ഇവൾ സപ്ലികൾ കൊണ്ടൊരു കൂടാരം തീർക്കുകയാണ്. ജയിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, 4 വർഷത്തെ മാർക്ക് ഒരുമിച്ച് കൂട്ടിയാൽ പോലും ജയിക്കാനുള്ള മാർക്ക് തികയില്ലായിരുന്നു. മോണിക്കയെ കണ്ട രാമൻകുട്ടിയിൽ ഒരു കോഴിയാവാനുള്ള ആഗ്രഹം മുളച്ചു. മുത്തു, അവളുടെ നമ്പർ ഒന്ന് തരുമോ? പ്രണയം മൂത്ത രാമൻകുട്ടി മോണിക്കയെ വിളിക്കുന്നു. ഹലോ ഹലോ ഹലോ, ഇതാരാ? അപ്പുറത്താരാ? ഇത് ഞാനാ. എന്തൊരത്ഭുതം, ഇവിടെയും ഞാനാ. എന്നാ ഈ ഞാനെന്ന് പറയുന്ന ആൾ എന്തു ചെയ്യാ? എന്തും ചെയ്യും. അയ്യോ, ചേട്ടനാണോ ഈ എന്തും ചെയ്യും സുകുമാരൻ? അയ്യോ, അത് ഞാനല്ല, ഞാൻ രാമൻകുട്ടി. മോണിക്ക മോണിക്ക, നമുക്ക് സ്നേഹിക്കാം. ഞാൻ റെഡി. മനസ്സിൽ ലഡ്ഡു പൊട്ടി. മോണിക്ക, ഞാനൊരു ഉമ്മ തന്നോട്ടെ? ആ, തന്നോളൂ. മോനെ, രണ്ടാമത്തെ ലഡ്ഡുവും പൊട്ടി. അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയം പൊട്ടിമുളച്ചു. അങ്ങനെ അവർ കോളേജിൽ കണ്ടുമുട്ടുന്നു. Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീയൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീയൻ മധുമതി മലർന്നി മധുരണമുതിരും രതിലയ സുഖമായ അമൃതിനു കുളിര അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. മോണിക്ക, സത്യത്തിൽ ഞാനൊരു പുസ്തകമായിരുന്നെങ്കിൽ എനിക്കെപ്പോഴും നിന്റെ കൺവെട്ടത്ത് നിൽക്കുമായിരുന്നു. ചേട്ടൻ ഒരു ഡയറി ആയിരുന്നെങ്കിൽ വർഷാവർഷം എനിക്ക് മാറ്റമായിരുന്നു. മോണിക്ക, അങ്ങനെ പറയരുത്. LKGയിൽ പഠിക്കുമ്പോൾ കുഞ്ചുമോളെ സ്നേഹിച്ചതിനേക്കാൾ 8ൽ പഠിക്കുമ്പോൾ കമ്പിമോളെ സ്നേഹിച്ചതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്താണ് ചേട്ടാ ഇത്ര സംശയം? സംശയമുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ബാബുവിനോടും എലിയാസിനോടും ടോമിനോടും ചോദിച്ചു നോക്കൂ. തന്റെ പ്രണയിനിയുടെ സത്യസന്ധമായ വാക്കുകൾ കേട്ട് രാമൻകുട്ടി കോരിത്തരിച്ചു പോയി. പക്ഷെ യഥാർത്ഥത്തിൽ മോണിക്ക രാമൻകുട്ടിയെ നട്ടം തിരിക്കുകയായിരുന്നു. கண்கள் இரண்டால் உன் கண்கள் இரண்டால் என்னை கட்டி இழுத்தாய் இழுத்தாய் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ളിവിട്ട് മൂടി മറയ്ത്താய். അങ്ങനെ ഒരു ദിവസം രാമൻകുട്ടി അവളുടെ വീട്ടിൽ പോകുന്നു. മോണിക്ക, മോണിക്ക, ഞാൻ
അകത്തേക്ക് വന്നോട്ടെ? വന്നോളൂ. മനസ്സിൽ ലഡ്ഡു പൊട്ടി. അകത്താരെങ്കിലും ഉണ്ടോ? മോനെ, രണ്ടാമത്തെ ലഡ്ഡുവും പൊട്ടി. അങ്ങനെ രാമൻകുട്ടി ഉള്ളിൽ കയറുന്നു. അവർ പരസ്പരം കണ്ടതും ഒന്നും രണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അയ്യോ, അച്ഛനായിരിക്കും. രാമൻകുട്ടി അവിടെ കണ്ട പ്രതിമകളുടെ പിന്നിൽ ഒളിക്കുന്നു. കാലമാണ് പോയെന്നാ തോന്നുന്നേ. മോണിക്ക, ഇത് ഞമ്മളാ മമ്മാലിക്കുട്ടി. എന്റെ മമ്മാലിക്ക. ഗുണപാഠം: സ്നേഹിക്കാം, പ്രേമിക്കാം, പ്രണയിക്കാം. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ച വൈശാലി എന്ന ചലച്ചിത്ര കാവ്യത്തിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഹാസ്യ ആവിഷ്കാരം. വൈശാലിക്ക് പോയി വയസ്സായി. അംഗരാജ്യത്തെ താമസിക്കുന്ന പ്രജകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വരൾച്ച മൂലം തകർച്ച വന്ന നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അടിയന്തരമായി വിളിച്ചുകൂട്ടിയ പൊതുയോഗത്തിൽ പങ്കെടുക്കുവാൻ മഹാരാജാവ് രോമപാതൻ വെളുത്ത കുതിരകൾ കെട്ടിവലിക്കുന്ന സ്വർണരഥത്തിൽ എഴുന്നള്ളുന്നേ. അയ്യോ അയ്യോ வசந்த முல்லை போலே வந்து ஆடிடும் வெண்புறம். வசந்த முல்லை போலே வந்து ആടിടും വെൺപുറം. എന്ത് തെറ്റിദ്ധരിക്കരുത് മഹാരാജൻ, ഇത് തമിഴിലെ ഒരു പാട്ടാ. മന്ത്രി പുങ്കവാ, എന്തുവാ ഇങ്കവാ, നീ ഇന്നലെ നമ്മുടെ കൊട്ടാരം തൊഴിൽ ജാനുവിന്റെ വീട്ടിൽ വഴിതെറ്റി കയറിയെന്ന് കേട്ടല്ലോ. അയ്യോ, വഴിതെറ്റി കയറിയതല്ല, പിന്നെ അവളെ ഒന്ന് വഴിതെറ്റിക്കാൻ കയറിയതാ. എന്നിട്ട് എന്തായി? ഒന്നും പറയണ്ട. രാത്രി 9 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ ഞാൻ അവളുടെ വീട്ടിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. അവൾ തുറന്നില്ല. വൃത്തികെട്ടവനെ, അപ്പോൾ നീയായിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ വാതിലിൽ മുട്ടിയത്? ബാക്കിയുള്ളവൻ പേടിച്ച് വിറച്ച് കട്ടിലിന്റെ അടിയിലാ കിടന്നുറങ്ങിയത്. മന്ത്രി, എന്താ രാജൻ? അടുത്ത ഫെബ്രുവരിയിലാണ് നമ്മുടെ ജന്മദിനം. ഒരു രാജാവ് പറയണ വാക്ക് കേട്ട ഫെബ്രുവരി. എന്റെ മഹാരാജൻ, അടുത്ത മാർച്ചിലല്ലേ അങ്ങയുടെ പിറന്നാള്? അങ്ങനെ നമുക്കിപ്പോൾ 60 വയസ്സ് തികഞ്ഞു. അപ്പോ ഷഷ്ടി പൂർത്തിയായി. എങ്കിൽ കൊണ്ടുവരൂ, നാം ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താന്ന്? എന്തൊക്കെയോ പൂർത്തിയായെന്ന് പറയുന്ന കേട്ടു. അതല്ല മഹാരാജൻ, 60 വയസ്സായെന്ന് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായി. അപ്പോൾ 100 വയസ്സായാലോ? ഷട്ടി കീറി എന്ന് പറയും. നോക്കൂ മന്ത്രി, ഉദ്യാനത്തിലൂടെ നമ്മുടെ രാജ്ഞി പോകുന്നത് കണ്ടോ? സുന്ദരിയായിരിക്കുന്നു അല്ലേ? അല്ല, മന്ത്രി ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. വല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ വളർത്തിയിട്ട് എന്താ കാര്യം? മന്ത്രി തിക്കങ്ക കുലങ്ക എന്നാന്ന് അങ്ങനെയൊക്കെ പറയൂടെ? നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്താണ്? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചതല്ലേ, എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അതിനെ അങ്ങ് ഉപേക്ഷിച്ച്. അതെന്താ? ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. മന്ത്രി പുങ്ക, എന്താ മങ്കി? എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? പ്രഭോ, ഈ നാട്ടിലെ പ്രജകളെല്ലാം വർഷങ്ങളായി വെള്ളം കിട്ടാതെ അലയുകയാണ്. ഓഹോ, കൊട്ടാരത്തിലെ ഭടന്മാർക്കെല്ലാം നല്ല കപ്പാസിറ്റി ആയി. അതെന്താ? വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ടല്ലേ അടിക്കുന്നത്. ഈശ്വര, കൂമ്പ് വാടും. മാത്രവുമല്ല, മഴ കാത്തിരുന്ന വേഴാമ്പലെ രാജാവിനെ പച്ച തെറിയും വിളിച്ച് ഇന്നലെ രാവിലെ എങ്ങോട്ടോ പറന്നുപോയി. പിന്നെ പ്രഭു, നമ്മളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഈ നാട് വിട്ട് എങ്ങോട്ടോ പോയി. അതെന്താ? മഴയുണ്ടെങ്കിലല്ലേ പുള്ളിക്ക് പാടാൻ പറ്റൂ. നാം അതങ്ങ്
അങ്ങ് മറന്നു. മാത്രവുമല്ല പ്രഭു, നമ്മുടെ നാട്ടിലെ തവളകളെല്ലാം പേക്രോ പേക്രോ എന്ന കരച്ചില് നിർത്തി. പിന്നെ പൊക്കോ പൊക്കോ എന്നാക്കി. മഹാരാജൻ, ഇനി എന്താണ് ഒരു പോംവഴി? നാം നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? മന്ത്രി പറയുന്ന എന്തു വഴിയും. പ്രഭു, വർഷങ്ങളായി മഴയില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മഴ പെയ്യിക്കണമെങ്കിൽ അവൻ വരണം. ആര്? ഋഷ്യശൃംഗൻ. അങ്ങ് അമേരു സാനുക്കൾ നിറഞ്ഞ കൊടുങ്കാട്ടിൽ ഋഷ്യശൃംഗൻ എന്ന മുനികുമാരൻ തപസ് ചെയ്യുന്നുണ്ട്. ഏത് ഹോട്ടലിലാന്ന് പറഞ്ഞ? ഹോട്ടലിലല്ല, കാട്ടില്. ആ മുനികുമാരനെ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ മഴ പെയ്യിക്കാൻ കഴിയും. ഈ മുനികുമാരൻ ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു കന്യകയെ തന്നെ അയക്കണം. അവൾ അവനെ മനം മയക്കി കൊണ്ടുവരും. മന്ത്രി പൊങ്കവ, നമുക്ക് അദൃഷ്ടദ്രുമ്മിനെ, ചിത്രഗുമ്മിനെ, പൃഷ്ഠദ്രുമ്മിനെ, എന്നാന്ന്? ബിനുക്കുട്ടനെ. ബിനുക്കുട്ടനാ? മറ്റേ പേര് പറയാൻ ഭയങ്കര പാടാ. എന്നാ ഈ പേര് വെച്ചെങ്ക് പറഞ്ഞോ. നമുക്ക് ആ മുനികുമാരനെ വരുത്താൻ നമ്മുടെ റാണിയെ വിട്ടാലോ? എന്റെ പ്രഭു, മുനികുമാരനെ വരുത്താനാണ്, അല്ലാതെ വക വരുത്താനല്ല. പ്രഭു, എനിക്കൊരു ഐഡിയ. എങ്കിൽ എനിക്കൊരു എയർടെൽ. അതല്ല പ്രഭു, നമുക്ക് അടിമാലി ശാന്തയെ വിട്ടാലോ? അടിമാലി ശാന്ത കൊള്ളാം, ഉഗ്രൻ ഐഡിയ. അവളാകുമ്പോൾ അവനെ മനം മയക്കി കൊണ്ടുവന്നുള്ളൂ. പ്രഭു, അവളെ കൂടെ ഞാനും കാട്ടിൽ പോട്ടെ? വേണ്ട 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 വേണ്ട. സംഗതി പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാൽ തീർന്നില്ലേ അളിയാ? All girl, put your hands up and say, all pole girl, put your hands up and say, Om Shanti Om, Om Shanti Om. ഛേ, പൂജക്കടയിൽ ഏതോ ഹിന്ദി പാട്ട് കയറി വന്നല്ല. ഋഷ്യശൃംഗ, നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഈ മാനിന് കാടി കൊടുത്തോ? സിംഹത്തിന്റെ താടി വടിച്ചോ? ഇങ്ങേർക്ക് എന്തിന്റെ കേടാ? ഞാനിപ്പോ ആ പാമ്പിനെ പല്ലിലേപ്പിച്ച് കുളിപ്പിച്ചൊന്നും കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തുടങ്ങി ഒരു അരശീശി. അല്ല, ഇതാരി? അടിമാലി ശാന്തയോ? അതെ, ആശ്ചര്യമായിരിക്കുന്നു. അങ്ങ് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനികുമാരനല്ലേ? പിന്നെ എങ്ങനെ എന്ന് മനസ്സിലായി? ഞാൻ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ബ്ലൂടൂത്ത് മുഴുവൻ നീയല്ലേ? ആട്ടെ, നീ ഏതുവരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. പിന്നെന്താ തുടർന്ന് പഠിക്കാഞ്ഞത്? എന്തോന്ന്? അല്ല, തുടർന്ന് പഠിക്കാഞ്ഞത്? 8ാം ക്ലാസ് എത്തിയപ്പോഴേക്കും എന്റെ കാലിൽ കരപ്പം വന്നു. കാലിൽ കരപ്പം വന്നു? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ. എവിടെ? ഇങ്ങോട്ട്. എവിടെ? കുറച്ചുകൂടി നോക്കട്ടെ. ഇവിടത്തേക്ക്. അയ്യോ, കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി നോക്കട്ടെ. അത്ര എത്തിയപ്പോഴേക്കും കരപ്പനങ്ങ് തീർന്നു. ഛേ, ഈ കരപ്പന് തീരാങ്ങണ്ടൊരു സ്ഥലവേ. അങ്ങ് പൂജയിലാണോ? നോ നോ. എന്താ ചോദിച്ചത്? ഇവിടെ ഹോമകുണ്ടം കത്തിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ശാന്ത, ഇത് ഹോമകുണ്ടമല്ല. പിന്നെ? ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ ഞാൻ തന്നെ ഉണക്കമീൻ ചുട്ടെടുക്കുന്നതല്ലേ. അതൊക്കെ പോട്ടെ, എന്താണ് നീ വന്നതിന്റെ ഉദ്ദേശം? മുനികുമാര, ഞങ്ങളുടെ നാട്ടിൽ മഴയുമില്ല മേഘവുമില്ല. അത്രേ ഉള്ളൂ. എന്നാ രണ്ടിന്റെ CD. ഇത് മേഘ സിനിമയുടെ CD, ഇത് മഴ സിനിമയുടെ CD. രണ്ടും കൂടി കൊണ്ടുപോയി ഇട്ട് കണ്ടോ? അതല്ല, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിട്ട് വർഷങ്ങളായി. അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്ന് മഴ പെയ്യിക്കണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ വരാതിരിക്കൂ? വരില്ലേ? വരാനേ. ഋഷ്യശൃംഗ, ഞാൻ എക്കോ ഇട്ട് വിളിച്ചിട്ടും നീ വിളി കേൾക്കുന്നില്ലല്ലോ. നിന്റെ ഏകാഗ്രത നശിച്ചിരിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ഓർമ്മ കാണില്ലെന്നറിയാം. ഓക്കെ. അന്നു ഞാൻ കണ്ണൂർ DYSP. ശരി, ജസ്റ്റ് ഡിസംബർ താൻ. സമ്മതിച്ചു. അച്ഛാ, ഒരു കാര്യം മറന്നുപോയി. എന്താ? താങ്ക് യു. അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ കേക്കുന്നേ? അതങ്ങനാ. എങ്ങനെ? അച്ഛൻ അശരീരിക്ക് ക്ഷാമം വരുമ്പോ കണ്ട സിനിമയുടെ ഡയലോഗൊക്കെ എടുത്ത് വെച്ച് കാച്ചു. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്ന് മഴ വെച്ചേ എനിക്ക് എന്ത് തരും? ഞങ്ങളുടെ രാജ്യത്തിന്റെ പകുതി തരും. ആട്ടെ, നിങ്ങളുടെ രാജ്യം എന്തോരം ഉണ്ട്? 2 സെന്റ്. 2 സെന്റോ?
ബാക്കിയൊക്കെ ജപ്തി ചെയ്തോണ്ട് പോയി. ഇത്രയേ ഉള്ളൂ? ഇത് മാത്രമല്ല, 8 മാസമായി അടയ്ക്കാത്ത കറണ്ട് ബില്ല്, പിന്നെ 7 മാസമായി കൊടുക്കാത്ത പാൽക്കാരന്റെ പൈസ, 5 മാസമായി കൊടുക്കാത്ത പത്രത്തിന്റെ പൈസ, പിന്നെ നമ്മുടെ ചെട്ടിക്കമ്പനിയിൽ പൈസ അടച്ച പ്രജകളുടെ പൂരത്തെറിയും. ഇതെല്ലാം എനിക്കുള്ളതാണോ? പിന്നെ ടോട്ടൽ ഫോർ യു. എന്നാൽ ഇനി പോയേക്കാം നിന്റെ നാട്ടിലേക്ക്. ഗെറ്റ് റെഡി, കം ഫാസ്റ്റ്. പ്രിയമുള്ള നാട്ടുകാരെ, അടിമാലി രംഭ നയിക്കുന്ന ഋഷ്യശൃംഖനെയും വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ ആയിരക്കണക്കിന് ആളുകളുടെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ രോമപാത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരണം വരണം മിസ്റ്റർ കണസഗുണസ, കൃഷ്ണഗുണസ, കൃഷ്ണഗുണസ്ത, ബിനുക്കുട്ട, നിങ്ങൾക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങക്ക് എന്റെ പ്രമാണം. നിങ്ങൾക്ക് എന്റെ കരം തീർത്ത രസീത്. ശാന്തേ, എന്താ മഹാരാജൻ? നിന്നെ നാം സമ്മതിച്ചിരിക്കുന്നു. കേട്ടോ ദുഷ്ടവൃദ്ധ? ബിനുക്കുട്ട, നാം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് നാം ഇവൾക്ക് പട്ടം നൽകും. പട്ടം മാത്രമേ ഉള്ളൂ മഹാരാജാവേ. പിന്നെന്ത് വേണം? അത് പറപ്പിക്കാനുള്ള ഉണ്ടേന്നൂലും തന്റെ അപ്പം കൊണ്ട് തരുമോ? ശാന്തേ, നീ എന്തായി സംസാരിച്ചത്? അല്ല കുമാര, ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യമാന്നേ. എന്ത്? ഒരു രാജാവിനെയാണോ നീ അങ്ങേര് ഇങ്ങേരെന്നൊക്കെ വിളിക്കുന്നത്? ഒരല്പം ബഹുമാനം കൊടുത്തുകൂടെ ഈ നായിന്റെ പോനി? ബിനുക്കുട്ടാ, വെള്ളം കുടിക്കാതെ നമ്മുടെ തൊണ്ട വളരുന്നു. വാചകമടിക്കാതെ പോയി മഴ പെയ്യിക്ക്. മഹാപ്രഭു, മന്ത്രബോധി എന്റെ മഴ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്ന് ആഞ്ഞു കിളച്ചാൽ പിന്നെ 1.5 മഴയായിരിക്കും. ഇപ്പൊ തന്നെ മണി 2:02. പോയി മഴ പെയ്യിക്ക്. അനുഗ്രഹിച്ചാലും പ്രഭു. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും. പോയി മഴ പെയ്യിക്ക്. മഹാരാജാവേ, ഋഷ്യശൃംഖൻ മഴവെടുത്ത് ദേ ഭൂമിയിലേക്ക് ആഞ്ഞു കളക്കുന്നു. ദേ മഴ പെയ്തു. ഭൂമിയിൽ നിന്ന് വെള്ളം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം, ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ആരാടാ മഴ പെയ്ച്ചത്? അയ്യോ, അറിയില്ലേ? ഈ നിൽക്കുന്ന ബിനുക്കുട്ടൻ. ബിനുക്കുട്ട, നിന്നെ അനുമോദിക്കാൻ ഇതാ പോലീസുകാരെത്തിയിരിക്കുന്നു. ഇങ്ങടുത്ത് വരൂ, ഇങ്ങടുത്ത് വരൂ. ഇങ്ങോട്ട് മാറിക്ക. നീയാണോടാ മഴ പെയ്ച്ചത്? അതെ. പാട്ടി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുത്തി പൊട്ടിച്ചിട്ടാണോടാ നിന്റെ മഴ പെയ്ക്കല്? കുളിച്ചോനും കുടിച്ചോനും ഉൾപ്പെടെ ഒക്കെ കയറിക്കോണം ജീപ്പില്.